കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനമോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അന്തർ സംസ്ഥാന വൻ വാഹനമോഷണ സംഘം പിടിയിലായി. കരിക്കോട് സാരഥി നഗർ 52 ഫാത്തിമ മൻസിലിൽ ഷഹൽ, ഒയൂർ റാഷിന മൻസിലിൽ റാഷിദ്, വാളത്തുങ്കൽ വയലിൽ പുത്തൻവീട്ടിൽ നൌഷാദ്, ഉമേനല്ലൂർ അടിക്കാട്ടുവിള പുത്തൻവീട്ടിൽ സലീം, പിനക്കൽ തൊടിയിൽ വീട്ടിൽ അനസ്, തമിഴ്നാട് സ്വദേശികളായ കതിരേശൻ, കുള്ളൻ കുമാർ എന്ന കുമാർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. കുറച്ചു നാളുകളായി റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും മറ്റും തുടർച്ചയായി വാഹനമോഷണം നടന്നു വരികയായിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ACP അനുരൂപിന്റെ മേൽനോട്ടത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഹരിലാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് വാഹന ബ്രോക്കർമാരെയും വാഹനങ്ങൾ പൊളിച്ചു വിൽക്കുന്നവരെയും വാഹനമോഷണ കേസുകൾ പ്രതിയായിട്ടുള്ളവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മോഷണം പോയ 28 ഇരുചക്ര വാഹനങ്ങളും എഞ്ചിനുകളും ബോഡി പാർട്സുകളും ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. സബ് ഇൻസ്പെക്ടർ ദിൽജിത്ത്, CPOമാരായ അനു ആർ നാഥ്, ഷഫീഖ്, സൂരജ്, അനീഷ് M, അനീഷ്, ഷൈജു B രാജ്, അജയ്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും. സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം. അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം. പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം.